ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് സ്വാഗതം. ഇത്തരത്തിലുള്ള ഹൊറർ കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുതേ. ഇന്നത്തെ കഥ രാത്രിയിൽ ഒറ്റയ്ക്ക് കേൾക്കാൻ ധൈര്യമുള്ളവർക്ക് മാത്രം. അപ്പോൾ സമയം കളയാതെ കഥയിലേക്ക് കിടക്കും. ഗൾഫിലെ പഴയ ലേബർ ക്യാമ്പുകളിൽ താമസിച്ചിട്ടുള്ളവർക്കറിയാം, ചില മുറികൾക്ക് ഒരു പ്രത്യേക നിശബ്ദതയുണ്ട്. ആളുകൾ നിറഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിനുള്ളിലാണെങ്കിലും ചില മുറികളിൽ കയറിയാൽ പുറത്തുള്ള ലോകം പെട്ടെന്ന് അകലെയായതുപോലെ തോന്നും. ദുബായിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ അകലെയുള്ള ഒരു വ്യാവസായിക മേഖലയിലെ ക്യാമ്പിലായിരുന്നു നിസാർ താമസിച്ചിരുന്നത്. പഴക്കം ചെന്ന 2 നില കെട്ടിടം. പകലൊന്നാകെ യന്ത്രങ്ങളുടെ ശബ്ദവും തൊഴിലാളികളുടെ തിരക്കും. പക്ഷേ രാത്രി 10 മണി കഴിഞ്ഞാൽ ആ കെട്ടിടം മറ്റൊരു ലോകമായി മാറും. നിസാറിൻ്റെ മുറിയിൽ 3 കട്ടിലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നിൽ നിസാർ, രണ്ടാമത്തേതിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു തൊഴിലാളി, മൂന്നാമത്തെ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആ കട്ടിലിൽ ആരെയും താമസിപ്പിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ആരും പറഞ്ഞിരുന്നില്ല. നിസാറും അത് അന്വേഷിച്ചില്ല. ഒരു രാത്രി ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കുമ്പോൾ പുലർച്ചെ 2 മണിയോടടുത്ത് അവൻ ഉണർന്നു. മുറിക്കുള്ളിൽ ആരോ നടക്കുന്നത് പോലുള്ള ശബ്ദം. ഉറക്കത്തിനിടയിലെ തോന്നലാകാമെന്ന് കരുതി അവൻ കണ്ണു തുറന്നില്ല. പക്ഷേ ശബ്ദം വീണ്ടും കേട്ടു. തറയിൽ കാലുകൾ വലിച്ചു നീക്കുന്ന പോലെ, മന്ദഗതിയിൽ, ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക്. നിസാർ കണ്ണു തുറന്നു. മുറിയിൽ ചെറിയ നൈറ്റ് ലാമ്പിന്റെ മങ്ങിയ വെളിച്ചം മാത്രം. സുഹൃത്ത് ഗാഢനിദ്രയിൽ. വാതിൽ അടഞ്ഞു കിടക്കുന്നു, ജനലും അടഞ്ഞു കിടക്കുന്നു. എന്നാൽ ശബ്ദം നിലച്ചിരുന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ അത് അവസാനിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ സംഭവത്തെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല. എന്നാൽ അടുത്ത രാത്രിയിലും അതേ സംഭവം ആവർത്തിച്ചു. ഇത്തവണ ശബ്ദം കൂടുതൽ വ്യക്തമായിരുന്നു. ആരോ മുറിക്കുള്ളിലൂടെ നടന്ന് ഒഴിഞ്ഞു കിടക്കുന്ന മൂന്നാമത്തെ കട്ടിലിന്റെ സമീപത്ത് നിൽക്കുന്നത് പോലെ. നിസാർ തല ഉയർത്തി നോക്കി. ഒഴിഞ്ഞ കട്ടിലിന്റെ ഭാഗം ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അവിടെ ഒന്നും കണ്ടില്ല. പക്ഷേ എന്തോ ഒന്ന് അവിടെ ഉണ്ടെന്ന തോന്നൽ മാത്രം മാറിയില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ രാത്രിയും ഏകദേശം ഒരേ സമയത്ത് ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പിന്നീട് മറ്റൊരു കാര്യം കൂടി. ഉറങ്ങുന്നതിന് മുമ്പായി നന്നായി വിരിച്ചിടുന്ന ബെഡ്ഷീറ്റ് രാവിലെ ചുരുങ്ങിക്കിടക്കുന്നു. ആരോ ഒരാൾ അതിൽ കിടന്നുറങ്ങിയതുപോലെ. ആദ്യമൊക്കെ കാറ്റിന്റെ കാര്യമാണെന്ന് കരുതി. പക്ഷേ ജനലുകൾ എപ്പോഴും അടച്ചിടുന്നതായിരുന്നു. ഒരു രാത്രി നിസാർ മനഃപൂർവ്വം ഉറങ്ങാതെ കിടന്നു. മൊബൈലിലെ സമയം 2:17. മുറിയിൽ നിശബ്ദത, ഫാനിന്റെ മുരളൽ മാത്രം. അപ്പോൾ പെട്ടെന്ന് ആ ശബ്ദം. തറയിൽ കാലുകൾ ഉരസുന്ന ശബ്ദം. മുറിയുടെ വാതിലിനരികിൽ നിന്ന് തുടങ്ങി പതുക്കെ, വളരെ പതുക്കെ അത് മൂന്നാമത്തെ കട്ടിലിലേക്ക് നീങ്ങി. നിസാർ ശ്രദ്ധിച്ചു. കട്ടിലിന്റെ മുകളിൽ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റ് പതുക്കെ താഴ്ന്നു. ആരോ അതിലിരിക്കുന്നത് പോലെ. അവന്റെ ശരീരം തണുത്തുപോയി. ശ്വാസം പോലും എടുക്കാൻ പ്രയാസമായി. മുറിയിൽ ആരെയും കാണുന്നില്ല. പക്ഷേ കട്ടിൽ താഴ്ന്നു കിടക്കുന്നു. വ്യക്തമായി ഒരാൾ അതിൽ ഇരിക്കുന്നത് പോലെ. 5-6 സെക്കൻഡ്. പിന്നീട് വീണ്ടും സാധാരണ നിലയിലായി. ആ രാത്രി അവൻ ഉറങ്ങാനായില്ല. അടുത്ത ദിവസം മുതൽ അവൻ മറ്റൊരു മുറിയിലേക്ക് മാറാൻ തീരുമാനിച്ചു. പക്ഷേ ഒഴിവുള്ള മുറികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ കുറച്ചുകൂടി അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു. അതിനുശേഷം സംഭവങ്ങൾ കൂടുതൽ വിചിത്രമായി. രാത്രിയിൽ ഉണർന്നാൽ ഒഴിഞ്ഞ കട്ടിലിലേക്ക് കണ്ണു പോകും. ഓരോ തവണയും അവിടെ എന്തോ കാണാൻ പോകുന്നത് പോലെ തോന്നും. പക്ഷേ ഒന്നും കാണില്ല. ഒരു രാത്രി അവൻ പെട്ടെന്നുണർന്നു. എന്തോ കാരണം. മുറിയിൽ അസ്വാഭാവികമായ നിശബ്ദത. ഫാൻ പ്രവർത്തിക്കുന്നില്ല. വൈദ്യുതി പോയിട്ടില്ല. പക്ഷേ ഫാൻ നിശ്ചലമാണ്. അതിലും വിചിത്രമായത് മുറിക്കുള്ളിലെ ചൂട് അപ്രത്യക്ഷമായിരുന്നു. ഗൾഫിലെ വേനൽ രാത്രിയിലും മുറിക്കുള്ളിൽ ഒരു തണുപ്പ്. അവൻ തല തിരിച്ചു മൂന്നാമത്തെ കട്ടിലിലേക്ക് നോക്കി. അവിടെ ആരുമില്ല.
പക്ഷേ കട്ടിലിൻ്റെ മുകളിൽ ഒരു ആഴമുള്ള കുഴിവ്, ഒരാൾ കിടക്കുന്നത് പോലെ. അത് പതുക്കെ ഇളകിക്കൊണ്ടിരിക്കുന്നു, ശ്വസിക്കുന്നത് പോലെ, മുകളിലേക്കും താഴേക്കും. നിസാറിന് കണ്ണ് മാറ്റാനായില്ല. ഏകദേശം 10 സെക്കൻഡ് അത് തുടർന്നു. പിന്നീട് എല്ലാം നിശ്ചലമായി. രാവിലെ വരെ അവൻ വെളിച്ചം തെളിച്ചു വെച്ചിരുന്നു. ഒരാഴ്ചക്കകം മറ്റൊരു മുറി ഒഴിവായപ്പോൾ അവൻ അവിടെ നിന്ന് മാറി. പുതിയ മുറിയിലേക്ക് മാറിയ ശേഷം ആ അനുഭവങ്ങൾ ഒരിക്കലും ആവർത്തിച്ചിട്ടില്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ ഒരു കാര്യം ഓർക്കാറുണ്ട്. അന്ന് അവസാന രാത്രി മുറി വിട്ടിറങ്ങുന്നതിനു മുമ്പ് അവസാനമായി അവൻ വാതിലിൽ നിന്ന് അകത്തേക്ക് നോക്കി. മൂന്നാമത്തെ കട്ടിൽ ശൂന്യമായിരുന്നു. പക്ഷേ ഒരു തലയണയുടെ നടുവിൽ ഒരു ചെറിയ അമർച്ച. അത് അവൻ നോക്കി നിൽക്കുമ്പോൾ പതുക്കെ കൂടുതൽ ആഴത്തിലായി. ആരോ അദൃശ്യമായി തലവെച്ച് കിടക്കാൻ തുടങ്ങുന്നത് പോലെ. ആ നിമിഷം നിസാർ വാതിലടച്ചു. തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് നടന്നു. പിന്നീട് ഒരിക്കലും ആ മുറിയുടെ സമീപത്തേക്ക് പോലും പോയിട്ടില്ല.